നമസ്കാരം. കുന്തത്തെയും കുടച്ചക്രത്തെയും വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്ന ഒരു ജനപ്രതിനിധിയുണ്ട് നമുക്ക്. പേര് സജി ചെറിയാൻ. ലെവലേശം ഉളുപ്പില്ലാതെ വലിയ നന്മമരം ചമഞ്ഞുകൊണ്ട് UDF സർക്കാരിനെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇതാരായി പറയുന്നത്? അശാസ്ത്രീയമായിട്ട് ഡാം തുറന്ന് നൂറുകണക്കിന് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു മഹാനാണ് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്, ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്ന് നിലവിളിക്കുന്നത്. അല്പമെങ്കിലും ഉളുപ്പോ അല്ലെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയോ താങ്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ അന്ന് അതുപോലൊരു ദുരന്തമുണ്ടായപ്പോൾ അതിശക്തമായിട്ട് താങ്കൾ ആ വൈദ്യുതി മന്ത്രിക്കെതിരെ, അന്നത്തെ മഹാനായ വൈദ്യുതി മന്ത്രിക്കെതിരെ ഒരു വാക്കെങ്കിലും ഉരിയാടണമായിരുന്നു. താങ്കൾ സംസാരിച്ചിരുന്നോ? അയാളെ വിമർശിച്ചിരുന്നോ? ഇല്ലല്ലോ. അന്ന് സർക്കാരിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് താങ്കളൊന്നും കമാന്നൊരു അക്ഷരം വേണ്ടില്ല. എന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നാട്ടിലാണ് ഈ വെള്ളം വന്ന് കെട്ടിക്കിടക്കുന്നത്. അതാണ് എന്റെ പ്രശ്നം. കുട്ടനാട്ടിലെ MLAക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. ചെങ്ങന്നൂർ MLAക്ക് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ കൈവെക്കും. തിരുവല്ല MLAക്ക് ചെങ്ങന്നൂർ MLA ഈ പറയുന്ന മഹാനാണെന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. തല്ലി കിട്ടും, ഉറപ്പല്ലേ? അവിടെ ജനങ്ങളെ ജയിപ്പിച്ചു പോയില്ലേ? ജയിപ്പിച്ചവർ വിലക്കകത്ത് കയറി കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ തല്ലി കിട്ടത്തില്ലേ? ജനങ്ങൾ അത്ര വിവരദോഷികളല്ല ശ്രീ സജി ചെറിയാൻ. കുട്ടനാട് MLA ആയിട്ട് ഇപ്പോൾ 3 മാസം പോലും ആയിട്ടില്ല. തിരുവല്ല MLA ആയിട്ട്, അതായത് വർഗീസ് മാമൻ MLA ആയിട്ട് ഇപ്പോൾ 3 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ടറിയാം. അതിനു മുമ്പ് കഴിഞ്ഞ 10 വർഷം ആരായിരുന്നു ഈ 2 മണ്ഡലങ്ങളിലെയും MLA എന്നുള്ളത് താങ്കൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ ജനങ്ങൾ മറന്നിട്ടില്ല. ജനങ്ങളെ വെറുതെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ കൈവെക്കുന്ന ഒരു രീതിയൊന്നും ജനങ്ങൾക്കില്ല സജി ചെറിയാൻ എന്ന മഹാനെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ താങ്കളെപ്പോലുള്ള ആളുകളെയൊക്കെ പണ്ടേ ജനങ്ങൾ കൈവച്ചാനെ. പക്ഷെ ജനങ്ങൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ നേതാക്കളെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെയോ ആക്രമിക്കുന്ന ഒരു രീതി മലയാളികൾക്കില്ല. അവർ പ്രബുദ്ധരാണ്. അവർക്ക് ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് തെരഞ്ഞെടുപ്പിൽ 5 വർഷം ആകുമ്പോൾ വെറുക്കുന്ന ആളുകൾക്കെതിരെ പോയി വോട്ട് ചെയ്യുക. അത് അന്തസ്സായിട്ട് അവർ ചെയ്തു. അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോവാ. ചെന്നിത്തല മുഴുവൻ വെള്ളത്തിലായി, പാണ്ടനാട് മുഴുവൻ വെള്ളത്തിലായി, തിരുവനന്തപുരം മുഴുവൻ വെള്ളത്തിലായി. മഴ പെയ്താൽ പൂർണ്ണമായ അപകടമാണ്. കാരണം വേറെ പ്രശ്നമുണ്ട്. പെട്ടെന്ന് സ്പീഡിൽ വന്ന വെള്ളം കുറച്ച് താന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ആശങ്ക മാറി. അപ്പോ ക്യാമ്പിലേക്കോ മറ്റു സ്ഥലത്തോ ആൾ മാറുന്നില്ല. ഇപ്പൊ എന്താ പ്രശ്നം? ഭക്ഷ്യവസ്തുക്കളെല്ലാം തീർന്നു, വെള്ളം കിട്ടുന്നില്ല. കാരണം ഇന്ന് മാറും നാളെ മാറും വെള്ളം ഇറങ്ങുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ ഇപ്പൊ നഷ്ടപ്പെട്ടു ഇതോടുകൂടി. അതുകൊണ്ട് ആരെ എന്തിടപെട്ടെന്നുള്ള പ്രശ്നം നമുക്ക് ജനങ്ങളുടെ പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയവും ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ കാര്യത്തിലില്ല. രാഷ്ട്രീയം ഒന്നും ഞങ്ങളാരും നോക്കിയിട്ടില്ല. അയ്യോ പച്ച പാവങ്ങൾ, രാഷ്ട്രീയം ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങളെപ്പോലെ ഇത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ ലോകത്തുണ്ടാവത്തില്ല. മഴ പെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എപ്പോഴാണ് കാലാവസ്ഥ വന്ന് അറിയത്തില്ലല്ലോ. മഴ പെയ്താൽ ചെങ്ങന്നൂരിലെ അതുപോലെ തന്നെ തിരുവല്ലയിലെയും കുട്ടനാട്ടിലെ ജനങ്ങൾ ഏറ്റവും വലിയ ഭീകരാവസ്ഥയായിരിക്കും ഇന്ന് നാളെ മറ്റ് നേരിടാൻ പോകുന്നത്. ശ്രീ സജി ചെറിയാൻ എന്ന മഹാനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. 2018 പ്രളയത്തിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ റൂം ഫോർ റിവർ എന്ന പദ്ധതി പഠിക്കാൻ വേണ്ടി ഡെൻമാർക്കിലേക്ക് കെട്ടിയൊരുങ്ങി പോയായിരുന്നല്ലോ. ആ പദ്ധതി നടപ്പായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരവസ്ഥ ഈ നാട്ടിലുണ്ടാവില്ലായിരുന്നു. അപ്പം ഇങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാരണം നിങ്ങളാണ് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. അല്പമെങ്കിലും ഒരു മര്യാദയുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കഴിവില്ലായ്മയും നിങ്ങളുടെ ആ കാര്യപ്രാപ്തി ഇല്ലായ്മയും അതൊക്കെ തന്നെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക്, ഈ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് യഥാർത്ഥത്തിലുള്ള കാരണം. അന്ന് നിങ്ങൾ അത് പഠിക്കാൻ പോയിട്ട് അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഇനിയെങ്കിലും ജനങ്ങളോട് നിങ്ങൾ തുറന്ന് സമ്മതിക്കണം. അന്ന് നിങ്ങൾ ഈ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചാണല്ലോ യാത്ര ചെയ്തത്. അതിൻ്റെ സകല എക്സ്പെൻസും പൊതുജനങ്ങളുടെ ഈ പറയുന്ന നികുതി പണത്തിൽ നിന്നാണോ നിങ്ങൾ എടുത്തത്. അതിന് ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയണം. കാരണം ഒന്നും നിങ്ങളും ചെയ്തിട്ടില്ല. റൂം ഫോർ റിവർ എന്നത് വെറും ഒരു മിഥ്യയായിരുന്നു. അത് നിങ്ങൾ നടപ്പാക്കിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ കടന്ന് വിലപിക്കുകയാണ്. എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ പരിഹാസ്യരാവുന്നത്?